Hi guys, welcome back to Dubaimalayali DM Reviews. ഇപ്പോൾ നമ്മളുള്ളത് അൽമംസാർ സെൻറ്ററിലാണ്. അൽമംസാർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അൽമുല പ്ലാസയുടെ ഓപ്പോസിറ്റുള്ള അബായകളൊക്കെ വെക്കുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിനടുത്താണ് ഞങ്ങളുടെ ഓഫീസ് അൽബഫാക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ സംഭവിച്ചതെന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അവരാദ്യം തന്നെ കൊണ്ടുവരുന്ന ഗാവയാണ്. ഇത് ഗഹവ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അറബിക്ക് ടച്ചുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇത് അല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലയൻ്റാണ്. പുള്ളി രാവിലെ വന്ന് ഒരു ഡീല് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, റുക്നൽ കുനാഫ. റുക്നൽ കുനാഫ മംസാർ സെൻറ്ററിലുള്ള ഒരു കുഞ്ഞു ഷോപ്പാണ്. അതായത് ഈ ഷോപ്പിന് പിന്നിലൊരു ചരിത്രമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖ് കുവൈത്തിൽ കയ്യേറിയ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഒരു മുസ്തഫ, ഹിസ് നെയിം ഇസ് അബു മുസ്തഫ. അദ്ദേഹം ഫലസ്തീനിൽ അയാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പുള്ളിയുടെ വൈഫ് വീട്ടിലിരുന്നുകൊണ്ട് കുനാഫയും അതുപോലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഫലസ്തീനിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞിട്ടാണ് അവർ ദുബൈയിലേക്ക് എത്തുന്നത്. ദുബൈയിലെത്തിയിട്ടാണ് ഏതാണ്ട് 2 വർഷം മുമ്പ് അവരിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്, ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഈ റെസ്റ്റോറൻറ്റ് ഓണർ വന്ന് എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ നാളത്തേക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ചരിത്രമാണ്. ഇതൊക്കെ എന്നോട് പറഞ്ഞു തരുന്നത് മൈ ഫ്രണ്ട് മിസ്റ്റർ അല. Hello, brother. Good morning. How are you? I think you speak little Malayalam. Korche. Okay, Ala is my good friend and a good customer since very long time. And he was telling about this restaurant. He was introducing me about this, restaurant. And it's not a restaurant kind of a thing. It's a place where you can hang out. It's a hangout place, nice and neat, and you get kunafa. As a welcome drink, you get gahwa. I think this is Arabic coffee. Okay. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണുള്ളത്? what all we order? We ordered the Palestinian leaves, za'atar, okay. And we ordered the Palestinian also dry za'atar with cheese, okay, and some eggs. Okay. And I think the order is ready if you can bring it up. Yeah. So we'll show the people what is there. ഇതിൽ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്. It's very fresh. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, രാവിലെയാണ്. സാധാരണ നമ്മൾ രാത്രിയാണ് ചെയ്യുക. Yes. From this side, upstairs, Tan. This is so this is za'atar with cheese. This is a tea with the milk. Meramia is this a leaf. This is the tea with, and this is the za'atar leaves inside, fresh one. Za'atar എന്താണ് za'atar എന്ന് മലയാളത്തിൽ za'atar പറയാം. leaves, they bring it from Palestine. Okay, I can eat like this. Of course, immediately. Bismillah. Okay. And this is the mix of za'atar with cheese. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ ബിരിയാണി അതൊക്കെ കഴിച്ചാൽ നമ്മൾ Because it's all fresh. This is all fresh from Palestine. ഇത് ഫലസ്തീനിൽ നിന്നുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് ഡിഫറെൻ്റ്. And this is the traditional meramia. Tea with meramia. ട്രഡീഷണൽ മെറാമിയ ചായയാണിത്. It's not nana, it's not it's not meramia. mint. It's not mint. It's different. It's okay. Palestine tree. It is available in Palestine, Jordan, Syria, Lebanon. This kind of leaves is available by nature. So wherever you go in that nature, you'll find it. And it has some medical. It's very good for any stomach pain, for losing weight. It's good for increasing your immunity. It's very good. Even the taste of it is strong. See, especially you can have it alone. You can have it with tea also. ഇത് നമുക്ക് ഈ മരാമിയ എന്ന് പറഞ്ഞ സാധനം, മരാമിയ, ഓക്കെ, യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. മരാമിയ ലീവ്സ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് ചായയിലിടാം, അങ്ങനെ തന്നെ കഴിക്കാം. ഇതാണ് മരാമിയ. This is how it looks like. Yeah. So if we look into it, this is meramia. Everything is natural. Za'atar is natural. All these things are very natural and very healthy food, I think. Very healthy, very natural. Done with olive oil, pure olive oil. So it's not harmful. And صحة وعافية. Yeah. Okay.
ഈ ചരിത്രം വേറെന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്. ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഉപ്പ അവിടെ കട തുടങ്ങുന്നു, എന്നിട്ട് ഇവിടെ പണിയെടുക്കുന്നതൊക്കെ മക്കളാണ്. ഐ തിങ്ക് ദർ ആർ 3 sons ഹിയർ. 4 sons. ഓക്കെ, 4 ആൺമക്കളാണ്. 4 boys. മുസ്തഫ, മുഹമ്മദ്, മർവാൻ, മഹമ്മൂദ്. അപ്പോൾ മക്കൾ കൊണ്ടുവന്നിട്ട് അവർ ഇപ്പോൾ ഐ തിങ്ക് ദേ റീച്ച്ഡ് റീസെൻ്റ്ലി. 2 of them were in Palestine and they came day before yesterday with the fresh. ഓക്കെ, ദേ ബ്രോട്ട്. ഇവരെല്ലാവരും ഫലസ്തീൻ ഇപ്പോൾ അടുത്ത് വന്നവരാണ്. ഈ 4 മക്കളും അവർ പിന്നെ കൊണ്ടുവന്നാണ്, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ഇതൊക്കെ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലത്. ആൻഡ് ദേ ഹാവ് കുനാഫ. കുനാഫ എന്ന് പറയുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് കുനാഫാസ് ഇൻ ദ ടൗൺ എന്ന് വെച്ചാൽ. I didn't try kunafa like here. ഓക്കെ, Kunafa is really nice. അല ഈസ് ഫ്രം ഫലസ്തീൻ അഗെയിൻ. ആൻഡ് അല ഫലസ്തീൻ എന്നുള്ള എൻ്റെ ഫ്രണ്ടാണ്. പുള്ളി ഇവിടെ വർഷങ്ങളുള്ള. യു ആർ 10 years ദുബായ്? 40 years. 1979 I came. 40 years ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അല. അല പറയുന്നത് ഇത്ര ഇവിടുത്തെ ടേസ്റ്റ് ഉള്ള ഒരു കൊനാഫ വേറെ കഴിച്ചിട്ടില്ല എന്ന്. ഹീസ് ഗ്യാരണ്ടി, ഹീസ് റെക്കമെൻഡേഷൻ, 40 years ആയിട്ട് ഇവിടെയുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതർ കൊനാഫ ഇൻ ദിസ് ദുബായ് അതർ ഇങ്ങനെയുള്ള ഒരു കൊനാഫ വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. This is what? This is This is dry za'atar. This is dry za'atar with cheese. This is cheese. So they mix it in one. Okay. So I will eat za'atar. Yes. എനിക്ക് ഫുള്ള് പറ്റില്ല ചിലപ്പം. So I will just take one piece. Thank you. By the way, za'atar is very very healthy. Thyme. നമ്മുടെ മലയാളത്തിൽ എന്താ പറയുക za'atarന്? In English it's thyme. 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 This is cheese. ഇത് കുറച്ച് സോൾട്ടിയാണ്. ലിറ്റിൽ ബിറ്റ്. We will tell him to reduce the salt because I don't like salt also. ഇത് ഉപ്പ് കുറക്കാൻ പറയണം കുറച്ച് അവരോട്. നമുക്ക് പറയാം. This is egg. Yes. ഇത് മുട്ട. Egg and what inside? It's plain ajina, like this is the bread, and there is on the top it's egg. ഇത് ബ്രെഡ് നമ്മളെ ദോശ പോലത്തെ സാധനമാണ് അല്ലേ? അതിനകത്ത് മുട്ട. And they prepare everything in olive. It's all olive oil. Olive oil. അതുകൊണ്ട് there is no health issues. It's all with olive oil. And here is the za'atar with its leaves. So ഇത് za'atarന്റെ ഇലയാണ്. So it's not za'atar powder. You can take it from here. It's very clear. See. za'atarന്റെ fresh. കൊള്ളാം കേട്ടോ, അടിപൊളിയാ. And night also they have this or this is only breakfast? محمد عندكم هاي الأكلات في الليل ولا بس الصبح؟ Anytime. And what else they have at night? Rice or something? No, they don't have. ما عندكم مش انتوا رز وطبيخ وهي الشغلات بس هاي. فطاير, مناقيش, sweets. Okay. They are opening a restaurant. Okay. So they are expanding. അപ്പോൾ ഇവർ തുടങ്ങി ഇതിലിപ്പോൾ ഈ സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ടതിന് മനാക്കേഷും അതൊക്കെയാണ്. അത് കഴിഞ്ഞ് അവരവിടെ പുതിയ വേറെ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് തുടങ്ങുന്നുണ്ടെന്നാണ്. മാഷാഅല്ലാ, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ് ടു ദം. യെസ്. നമുക്കിനി കഴിക്കാം. ആഫ്റ്റർ ദിസ് ഐ വിൽ ഷോ കുനാഫ, ദെൻ വി വിൽ ഗോ. താങ്ക് യു. താങ്ക് യു. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വന്നൊരു കസ്റ്റമർ ഉണ്ട്. ഐ വിൽ ജസ്റ്റ് ടോക്ക് ടു ഹിം. അസ്സലാമു അലൈക്കും. Walaikum assalam. How are you? Fine, thank you. How are you? Okay, very good, very good. I think you are from UAE? I think so. All right. Thank you so much for giving us No problem. No problem. What do you think about this Ruknal Kunafa? This Ruknal, guys, you see, the first place or this can come in this area, it is the best one. Okay. For anything they do, we will try it one time, we will continue to eat. Oh, mashallah. Yes. Okay, okay. Yes. Your name? Kamis Swedi. Kamis. Okay. What are you eating today? What are you eating today? I'm thinking this is, cucumber and cheese and what called olive oil. Olives. Okay. And za'atar. Okay. Plus the tea. You Because come this- every day or you come once in a while? Every day we are continue here in the morning and the evening. Okay. We are coming till here 2 o'clock. We go home. Then we come back like 6 o'clock. Continue sit with them till 10, 11 sometime. It is the way. Why do you like this place? Because we like, because what we have there is nice. Okay. Because you go now, you pay. Okay. Something if you don't like, you feel why you pay. Okay. Okay, but if you buy for something is good, you will continue to come because you like to have it.
What do you think the secret of this restaurant? Restaurant, because this is family restaurant. They don't have labor. Okay. The mother inside, father also come inside. Now it was two son, now another 2 son, which is this new. Okay. But they come. 2, inshallah, we come more. Because later, maybe we go to open brunch. Okay. Now they are intent to open the restaurant. They say their restaurant to have some another food. They want to increase those business, inshallah. Yeah. അവർ പറഞ്ഞത് ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഈ ഫാമിലി റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഉമ്മ അതിനകത്ത് ഉണ്ടാക്കും, മക്കളൊക്കെ കൂടിയിട്ട്, ഇവിടെ ലേബറൊന്നും ഇല്ല, മക്കളൊക്കെ കൂടി ഇതൊക്കെ ചെയ്യും, ഉപ്പ ഇതൊക്കെ നോക്കി നടത്തും. വളരെ ഒരു അമേസിങ് സ്റ്റോറിയാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കുടുംബങ്ങളുണ്ട് പണിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. അത് നമ്മുടെ സ്ത്രീകൾ പുറത്തേക്ക് വരാത്തതിൻ്റെ കുഴപ്പമാണ്. എല്ലാ ആൾക്കാർക്കും വർക്ക് ചെയ്താൽ ഈ ദുനിയാവിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, അമ്മമാർ, ചേച്ചിമാരൊക്കെ ഇഷ്ടംപോലെ നന്നായിട്ട് പാചകം ചെയ്യുന്നവരുണ്ടാവും, നന്നായിട്ട് ഡ്രസ്സ് തയ്ക്കുന്നവരുണ്ടാവും, നന്നായിട്ട് പലതും ചെയ്യുന്നവരുണ്ടാവും. ഇവരൊക്കെ വീട്ടിനകത്ത് തളച്ചിടപ്പെടേണ്ടവരല്ല. ഇവർ ഭർത്താവിൻ്റെയും മക്കളുടെയും അവരുടെ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു ഫലസ്തീനിയൻ കുടുംബം. ഫലസ്തീനിയൻ കുടുംബം നമുക്കറിയാം, വലിയ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ്. അവരിവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് ഇത് ചെയ്തുകൂടാ? മലയാളികളുടെ മനസ്സിലേക്ക് ഒരു ചാട്ടുളി പോലെ കയറുന്ന ഒരു അനുഭവമാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ എല്ലാവരും ഇനിയും ശ്രമിക്കുക, എല്ലാവരും കൂടി ഇങ്ങനെ പല രീതിയിലുള്ള പല പ്രൊജക്റ്റുകളും തുടങ്ങുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓക്കെ. All this what we have here, this is come from their fresh. This their cheese. Okay. This is Let me try this cheese. Try. Bismillah. This is coming salt, but they here they try to Reduce the salt. reduce the salt to become normal. Depend on the people. അടിപൊളി, what they like. ഉപ്പൊന്നുമില്ല, നല്ല പ്യൂറായിട്ടുള്ള സംഭവമാണ് ചീസ്. Yeah. ഇതൊക്കെ അവർ ഫലസ്തീൻ തന്നെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. Yeah. Even the oils. Olive oil, za'atar, cucumber and all these things. They have, they come and bring it from there, from home. That will have different taste than what they have in the market. You are become a family to this family. Yeah, because we are more friends. Okay. And always we are continuous eating, having lunch, breakfast, sometime. All right. Okay. Yeah. Thank you, sir. No, Thank you so no much. problem. Jazakallah No khairan. problem. Thank No you. problem. അവിടെ നമ്മൾ ഇവിടെ തന്നെ ഒരാൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഭംഗിയായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്. എനിവേസ്, ആൾക്കാരെല്ലാം വന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ഉള്ള കൊനാഫ കോർണറിലില്ലേ, ഇവിടെ ഈ റുക്നൽ കൊനാഫയിൽ 2 കൊനാഫയാണുള്ളത്. ഓക്കെ, ഈ 2 കൊനാഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ഫലസ്തീനിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയൊരു കൊനാഫയാണിത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് അല ഇവിടെ ഉണ്ട്. ഹി സ്പീക്സ് ഇംഗ്ലീഷ്. മുസ്തഫ എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആളാണ്. അതായത് മുസ്തഫ ഈസ് ഫ്രം ഫലസ്തീൻ. ഇതിൻ്റെ ഓണറുടെ മകനാണ്. പുള്ളിയാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ മുസ്തഫ, യു ക്യാൻ ടെൽ അബൌട്ട് ദിസ്. യു ക്യാൻ 3 പറയും, കാരണം അറബി മാത്രമേ അറിയുള്ളൂ. പുള്ളി അത് തർജിമ ചെയ്യും, ഞാനത് പറഞ്ഞു മലയാളത്തിൽ. هاي من وين بتجيبوها وكيف تعملوها؟ العجينه بنجيبها احنا من عندنا. بس هاي العجينه بناخذها، بنحط سمنه، بنفردها. بعد ما نفردها ونربصها بنحط عليها جبنه، بعدها بنحطها على نار هادي، بنخليها على ما العجينه والجبنه يمسكوا مع بعض بالذوب. بعدين بنرجع نغطيها مشان البخار تاع الجبنه، بنذوب الجبنه وتصير. ഓക്കെ. They start with the ajina, which is the ingredient, Okay. the paste, Okay. and they put with it butter. So they make it with the cheese. After it is done with cheese, which is we can see here. ഇതുണ്ടല്ലേ, This is the cheese, so it will become cheese like kebab. one complete melted piece. ഓക്കെ. ആൻഡ് ദിസ് ഈസ് This is Pistachio. pistachio. بعدين പിസ്ത ചീസ് ഇതൊക്കെ بعدين ഇട്ടിട്ട്. بنحط على البخار. البخار. لا مش بخار، بس هي بخار منها وفيها بنغطيها. എനിക്ക് وبعديها I'll take بنحط السكر، بنحطها على الغاز عشان يمسك كله في بعضه، بنحط عليها قطع. Then after they put it on fire, so Yeah. it will become like one complete piece. They put the syrup, the sugar syrup, Yeah, sugar. so it will become sweet and it will become like one piece. I'll try. The best. Allah.
കറുത്ത സദ്യ ഇത് അത്ര ഭയങ്കര ടേസ്റ്റാണ്. ഇത് നോക്കട്ടെ. ദിസ് ഈസ് ദ സെയിം ബട്ട് But this is another style. This is called the Turkish style. The style of Turkish Turkey. محشى. ഇത് അറബിക് കൊനാഫയാണ്. ഇത് This അറബിക് is their own Ruknal അറബിക് Kunafa കൊനാഫ. Turkish style. ഇത് തുർക്കിഷ് സ്റ്റൈലിലാണ്. But it's not the standard Turkish. They make ഇതൊക്കെ പിസ്തയാണ്. ഇതിനകത്ത് ഒരു ഓൾ ഫുൾ പിസ്ത, pistachio and cheese ചീസ്, and sharia. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. It's very Yeah. tasty, huh? Now I Yeah. want to try this Please because I try, didn't please. try it. Please try. I know you are full of water in your mouth. Mouth watering, seriously. آسيا. Very hot. Very hot and very soft. Mashallah. ഓക്കെ, പുള്ളിയുടെ ഉപ്പ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ സാധനം എവിടെയാണെന്ന് പറഞ്ഞാൽ മംസാർ സെൻറ്ററിൻ്റെ അകത്ത് കയറിയാൽ ലൈഫ് ഫാർമസിയുടെ ഓപ്പോസിറ്റായിട്ട് കാണാം കുനാഫ കോർണർ, അതല്ലെങ്കിൽ റുക്നൽ കുനാഫ. ചെറിയൊരു ഷോപ്പാണ്. Maybe they are familiar with falafel. അല്ല, ഫലഫാൻ്റെ അകത്താണിത്. ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളിയായിട്ട് സ്മോൾ, നല്ല ഇരിക്കാനുള്ള ഈവനിങ്ങിലൊക്കെ ഇരിക്കുക. ഏത് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഒറിജിനലായിട്ട് ഫലസ്തീനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ ഇവിടെ കിട്ടും. യു ക്യാൻ കം വിത്ത് എ ഫാമിലി, ഫ്രണ്ട്സ്, ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാം. എങ്ങനെ വേണം വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, പ്ലീസ് ട്രൈ. ആൻഡ് ഇറ്റ്സ് മുനീർ അൽ വഫ സൈനിങ് ഓഫ് വിത്ത് ലവ്. Thank you so much, brother Ala. Thanks, Pleasure. Mustafa, for joining us. Thank you. It's It always was